ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമുക്കിന്ന് തിരുവോണ ദിവസമാണ് കേട്ടോ. അപ്പോൾ രാവിലെ പൊന്നപ്പൻ താൻ്റെ കുളിച്ച് റെഡിയായി ഡ്രസ്സൊക്കെ ഇട്ട് അപ്പൂപ്പൻ്റെ കൂടാണ് ഇന്ന് രാവിലെ അമ്പലത്തിൽ പോകുന്നത് കേട്ടോ. അപ്പം ഞങ്ങൾ പോകാൻ ഇറങ്ങിയപ്പം വരെ അവൻ വരാത്തതുകൊണ്ട് ഞാനും ഏട്ടയും കൂടാണ് രാവിലെ അമ്പലത്തിൽ പോയത്. അങ്ങനെ കൂട്ടക്കൽ ദേവീക്ഷേത്രത്തിലൊക്കെ പോയി. പിന്നെ അവിടുന്ന് ഞങ്ങൾ കറ്റിക്കൽ അമ്പലത്തിൽ പോയി. അവിടെ നമ്മുടെ ഗുഹാക്ഷേത്രം ഉണ്ടല്ലോ, അതാണ് കേട്ടോ. നല്ല ആംബിയൻസ് ഉള്ളൊരു അമ്പലമാണ് കേട്ടോ. നല്ല രസമാണ് അവിടെ പോയാൽ. ഫ്രണ്ടിൽ വയലൊക്കെ ഉണ്ട്, അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ അവിടുന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ വേറൊരു അമ്പലത്തിലും കൂടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു. ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്ന് ഡ്രസ്സൊക്കെ മാറ്റി ഇനി നമുക്ക് സദ്യക്കുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇനി പായസവും കൂടെ വെക്കാനുണ്ട് കേട്ടോ. അപ്പം ഞാൻ എന്താണ്ട് പായസം അടുപ്പത്ത് വെച്ചിരിക്കുക കേട്ടോ. ഇപ്പം പായസമായി. പിന്നെ നമ്മുടെ വേണ്ട ഇത് സാമ്പാർ, ഇത് പരിപ്പ്, മോര്, അവിയൽ, ഇവിടെ തോരൻ, പച്ചടി എല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ രാവിലെ അമ്പലത്തിൽ പോകാൻ നേരം പൊന്നപ്പൻ അച്ഛൻ്റെ കൂടെ അമ്പലത്തിൽ പോയി. അപ്പം ഞങ്ങൾ പോയപ്പോൾ അവ ഇല്ലായിരുന്നു ഞങ്ങളുടെ കൂടെ. അങ്ങനെ ഞാനും ഏട്ടയും കൂടെയാണ് പിന്നെ അമ്പലത്തിൽ പോയത്. അമ്പലത്തിൽ പോയിട്ട് വന്നിട്ടാണിപ്പം പായസം വെച്ചിട്ട് ഇവിടെ അടുത്ത് പരിപാടി നടക്കണം. അപ്പോൾ പരിപാടിയും കൂടെ കാണാൻ പോകണം. എന്നിട്ട് നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ചിട്ട് പിന്നെ എൻ്റെ വീട്ടിലോട്ട് പോകത്തുള്ളൂ. ഇന്ന് രാവിലെ നമുക്ക് ഇഡലി സാമ്പാറുമായിരുന്നു കേട്ടോ. ഇഡലി സാമ്പാറും ചമ്മന്തി ആണല്ലോ അതിൻ്റെ ഒരു കോമ്പിനേഷൻ. അങ്ങനെ പായസം റെഡി ആയപ്പോഴത്തേക്കും ഞാൻ വെച്ച് ഒരു ഗ്ലാസ് കുടിച്ചേക്കാം. കാര്യം സദ്യ കഴിഞ്ഞിട്ട് പായസം കുടിക്കാൻ ചിലപ്പോൾ വയറ്റിൽ സ്ഥലം ഇല്ലെങ്കിൽ അപ്പോൾ നേരത്തെ കൂട്ടി പായസം കുടിക്കാമെന്ന് വെച്ചിട്ട്. അപ്പോൾ അടിപൊളി പായസമായിരുന്നു. അങ്ങനെ ഇതാണ്ട് ഞങ്ങളെ കല്ലൂനെയൊക്കെ കുളിപ്പിച്ച്, കല്ലൂനാണ് ആദ്യം ഞങ്ങൾ സദ്യ വിളമ്പി കൊടുത്തത് കേട്ടോ. അങ്ങനെ അവൾക്ക് ഈ മീനും ഇറച്ചിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവൾക്ക് വലിയ പാടാണ് കഴിക്കാൻ. എന്നാലും ഓരോ കീഴ്വഴക്കങ്ങളൊക്കെ ആകുമ്പോൾ പിന്നെ ഇലയിൽ തന്നെ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇലയിൽ അവൾക്ക് കൊടുത്തു. ഇത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ തലേന്നത്തെ മീൻകറിയും കൂട്ടി അവൾക്ക് ഒന്നും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സദ്യയൊക്കെ റെഡിയായി. പൊന്നപ്പനും അവൻ്റെ അപ്പായിയൊക്കെ കഴിക്കായിരുന്നു. എല്ലാ കറികളും ഞങ്ങൾ ഉണ്ടാക്കി. അന്നേണ്ട പൊന്നപ്പൻ്റെ രണ്ടാമത്തെ ഇരുന്നുള്ള ഉണ്ണക്കമാണ് കേട്ടോ. ഫസ്റ്റ് ഓണത്തിന് അവൻ കുഞ്ഞായിരുന്നു. ഇതിപ്പം അവൻ്റെ കഴിഞ്ഞ വട്ടം അവൻ ഇരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം വാരി എറിഞ്ഞു. ഇപ്രാവശ്യം അങ്ങനെ വലിയ എറിയൊക്കെ ഒന്നും നടത്തിയില്ലെങ്കിലും ആൾ എല്ലാമൊക്കെ ഇരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സദ്യയൊക്കെ ഇരുന്ന് സമാധാനത്തിൽ കഴിച്ചിട്ട് വേണം ഞങ്ങൾക്ക് ഇനി നേരെ റെഡി ആയിട്ട് എൻ്റെ വീട്ടിലോട്ട് പോകാൻ. അവിടുന്ന് എൻ്റെ അമ്മയുടെ വീട്ടിലോട്ടും കൂടെ പോകണം കേട്ടോ. അങ്ങനെ നമ്മുടെ പൊന്നപ്പൻ്റെ ഓണക്കോടിയാണിത്. ഫോട്ടോ ഒന്നും ഒരുപാട് എടുക്കാൻ പറ്റില്ല. കാര്യം രാവിലെ അമ്പലത്തിൽ പോയി പൊന്നപ്പൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അപ്പായും മോനും കൂടെ ട്വിന്നിങ് ആണ് കേട്ടോ. പാൻറ്റൊക്കെ ഒരേപോലത്തെയൊക്കെ മേടിച്ച് ഉടുപ്പ് ഒരുപോലത്തെ ഞങ്ങൾക്ക് കിട്ടിയില്ല. അങ്ങനെ വേണ്ട ഫോട്ടോ ഒക്കെ എടുക്കാൻ നോക്കിയിട്ടൊന്നും അവൻ സമ്മതിച്ചില്ല. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അങ്ങനെ എൻ്റെ വീട്ടിൽ ചെന്നിട്ട് കുറച്ച് നേരം അവിടെ നിന്ന് പിന്നെ ഒന്നും കഴിക്കാനുള്ള സ്ഥലം വയറ്റിലില്ലായിരുന്നതുകൊണ്ട് ഞങ്ങളൊന്നും കഴിച്ചില്ല. വെള്ളം മാത്രം കുടിച്ചിട്ട് ഞാനും അമ്മയും ഏട്ടയും പൊന്നപ്പനും കൂടെ നേരെ അമ്മയുടെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് അപ്പൂപ്പനും കൊച്ചുമോനും കൂടെ ഭയങ്കര ബഹളമായിരുന്നു. ലാസ്റ്റ് അച്ഛൻ്റെ കയ്യിൽ നിന്ന് പൈസയൊക്കെ വാങ്ങിച്ചിട്ട് അച്ഛന് 2 അടിയൊക്കെ കൊടുത്തിട്ടാണ് അവൻ അവിടെ നിന്ന് വന്നത് കേട്ടോ. അവനെ അവിടെ നിൽക്കുക അച്ഛൻ പറഞ്ഞപ്പം ഞങ്ങളുടെ കൂടെ വരാൻ വേണ്ടി ഇരിക്കുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ വേണ്ട നേരെ അമ്മയുടെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ അമ്മാമ്മയും അച്ചാച്ചനും മാമനും മാമിയും മാമൻ്റെ മോനും എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ ബാക്കി പിള്ളേർ സെറ്റൊക്കെ പഠിത്തത്തിൻ്റെ കാര്യം ജോലിയുടെ കാര്യമായിട്ടൊക്കെ പോയിട്ടുള്ളതുകൊണ്ട് എല്ലാവരും ഒന്നുമില്ല. ഇത് തൊട്ടപ്പുറത്ത് നമ്മുടെ അടുത്ത മാമൻ്റെ വീടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രാവിലെ ഞങ്ങളുടെ മാമൻ അത്ത വിട്ടാണ് പൊന്നപ്പം പോയത്. ചവിട്ടി നശിപ്പിക്കാൻ പോയതാണ്. ലാസ്റ്റ് അത് നശിപ്പിച്ചുകൂടാന്ന് പറഞ്ഞുകൊണ്ട് മാറി നിന്ന് കേട്ടോ. ഞങ്ങൾ ചായയൊക്കെ ഇട്ട് പലഹാരമൊക്കെ എടുത്ത് ഞങ്ങളെല്ലാവരും ഇരുന്ന് ചായയൊക്കെ കുടിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് ഇതാണ് മാമൻ്റെ മോൻ. അവൻ ഭയങ്കര ഷൈ ടൈപ്പാണ് ഗൈസ്. അവൻ എൻ്റെ ക്യാമറയിൽ വരത്തില്ലെന്ന് പറഞ്ഞ് മുഖം കുത്തിയിരിക്കുക. പിന്നെ ഇവ അവിടെ കിടന്നും കുരുത്തക്കേടാണ്. ആ ഇട്ടിരിക്കുന്ന ഉടുപ്പ് അവന് അമ്മാമ്മ വാങ്ങി കൊടുത്തതാണ് കേട്ടോ. ഓണക്കോടി വാങ്ങി കൊടുത്തത്. അങ്ങനെ ഒരു സെറ്റ് ബഹളമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ദാണ്ട ഇറങ്ങി കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ തിരുവോണം കംപ്ലീറ്റഡായി. ഇനി വീട്ടിൽ ചെന്ന് ഞാൻ ശരിക്കും പരിപാടി കാണാൻ പോകാനിരുന്നത്, പക്ഷെ പോകാൻ പറ്റിയില്ല. ഏട്ടയും മാത്രമേ പോയുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ടാറ്റാ.